ഹലോ. തൃപ്പൂണിത്തുറ പോകേണ്ട ഒരാവശ്യം ഉണ്ടായേ. അപ്പം എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് കവറ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒരു കവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വാ, എന്തായാലും കവർ ഓർഡർ വന്നിട്ടുണ്ട്, ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങിയപ്പോൾ തന്നെ റസ്സും ഉണ്ടായിരുന്നില്ല. റസ്സ് പള്ളിയിൽ പോയേക്കണായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയെന്ന് റസ്സ് വരല് ഒപ്പുവരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഉമ്മി ഞാനും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മൂനെ ഇപ്പം തന്നെ ഉമ്മി വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന്. അവൻ ഭയങ്കര ബഹളമായിരുന്നു, അവനിക്കും വന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫോൺ കടയിൽ കയറിയിട്ട് അപ്പോൾ അവിടെ പിന്നെയും അത് സൂട്ടബിൾ ആവുന്നില്ല. ആ ഫോണിൽ എന്തോ പിന്നെയും വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടും അവർ പിന്നെയും പോയി. പിന്നെ എൻ്റെ ചെരുപ്പ് അവിടെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചെരുപ്പാണ്. അത് പെട്ടെന്ന് അതിൻ്റെ ഹീല് വിട്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേര്, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതും വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ദാഹം, എനിക്കും പാത്തു പിന്നെ അവിടെയുള്ള മിഠായിയൊക്കെ കാണിക്കാൻ തുടങ്ങി. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയുള്ള എല്ലാം. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് ആ വെള്ളം ഇറക്കി ഞാൻ അവിടെ ഇരുന്ന്. അപ്പോൾ ഇക്കാക്ക് ചോദിച്ചാൽ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് ലൈം ജ്യൂസ് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ പാത്തുവിന് 10 മാംഗോ മതി എന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ അത് അവൾ വാങ്ങിച്ച്, ഞാൻ ലൈം ജ്യൂസും കുടിച്ച്. ഞാൻ വാങ്ങിച്ചത് ഞാനാണെങ്കിലും കുടിച്ചത് അവളാണ്. പിന്നെ കഴിക്കാൻ എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ച്. അങ്ങനെ പിന്നെ പാത്തുൻ്റെ ഇതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട. അങ്ങനെ പാത്തുവിന് ഇഷ്ടമുണ്ടായി അവിടെ എല്ലാം വാങ്ങിക്കണമെന്നൊക്കെ. പക്ഷേ അതൊന്നും കഴിക്കില്ല. അവൾക്ക് കാണുന്ന ആ ഒരു കൊതി മാത്രമേ ഉള്ളൂ, ഒന്നും കഴിക്കില്ല. പിന്നെ മിഠായി വാങ്ങിപ്പിച്ച് ഈ മിഠായി ഒന്നും കഴിച്ചില്ല. ആ ഒരു കാണുമ്പോൾ ഉള്ള ഒരു കൊതി അത്ര തന്നെ. എന്നിട്ട് അത് പൊട്ടിച്ച് എൻ്റെ തന്നെ തരുകയും ചെയ്യും. ഞങ്ങളവിടെ ഇരിക്കുകയാണോ ഓരോന്നും കണ്ടു. ഇക്കാക്ക ഇതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, പാത്തുവിനോടായാലും എന്നോടായാലും. പിന്നെ അത് നല്ല മധുരമല്ല, എല്ലാം ഭയങ്കര മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് വേണ്ട ഇക്കാന്ന് പറഞ്ഞു. പാത്തുവിനും ആ മധുരത്തിനോടൊന്നും പാത്തുവിന് വലിയ താല്പര്യമൊന്നുമില്ല, അവൾക്കും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല അതൊന്നും. അങ്ങനെ അവളും പറഞ്ഞാൽ വേണ്ട ഉമ്മീന്നും പറഞ്ഞിട്ട് പിന്നെ അതേ ലൈം ജ്യൂസ് കുടിക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ, എൻ്റെ ലൈം ജ്യൂസ് കുടിക്കുന്നതാണ് ആ പെണ്ണ്. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾ അതും കുടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ, സീ യു.